ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നമ്മളിന്ന് കൊടൈക്കനാലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മളിനി നേരെ പോകുന്നത് പളനിയിലേക്കാണ്. നമ്മൾ 4 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ദിവസം നമ്മൾ കൊടൈക്കനാൽ സ്റ്റേ ചെയ്തു. പിന്നെ 3-ാമത്തെ ദിവസം നമ്മൾ നേരെ ഇവിടെ നിന്ന് മധുരയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ, അതായത് ഡിസംബർ 31 രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ ഒന്നും കൂടി നമ്മുടെ ഈ ഒരു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് കരുതി കേട്ടോ. നമ്മൾ എല്ലാം ഒന്ന് നീറ്റായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു വീടായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹോംലി ഫുഡാണ്, പിന്നെ വേറെ ശല്യങ്ങളൊന്നുമില്ല. കാരണം ബാച്ചിലേഴ്സായിട്ട് ഇവരങ്ങനെ കൊടുക്കാറില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ വേറെ കോട്ടേജും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നിലോട്ടാണ് കേട്ടോ ഉള്ളത്. ഇവിടെ തൊട്ടടുത്തായിട്ട് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വന്ന് കാമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വരണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. മലയാളത്തിലാണെങ്കിലും സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാകും, ഇംഗ്ലീഷും മനസ്സിലാവും. അപ്പോൾ അവർ തമിഴാണ് സംസാരിക്കുന്നത്, എന്നാലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പിന്നെ അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കയറുമ്പോഴത്തേക്കും ഇവരുടെ മറ്റ് റൂമുകളും മറ്റ് വീടുകളും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല നീറ്റ്നെസ് ഒക്കെ ഉള്ളതാണ്, വേറെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവുള്ളതിനനുസരിച്ച് അവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ റേറ്റും കാര്യങ്ങളും ഒക്കെ അവർ ആയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും പറയും. സീസൺ അനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരും, അതുകൊണ്ടാണ് ഞാനിതിൽ പറയാത്തത്. പിന്നെ നേരെ നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ട്, അടിവാരത്തിലേക്ക് വന്നു. നമ്മൾ വന്ന ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു ഹോട്ടൽ കണ്ടായിരുന്നു, അവിടെ നിന്നാണ് കഴിച്ചത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. തിരികെ വന്ന ദിവസമാണ് കേട്ടോ ഛർദിലൊക്കെ ഉണ്ടായത്. ആമിക്ക് നല്ല വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു, എനിക്കും ഭയങ്കര ഒരു ടയേർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്തായിരുന്നു. നേരെ നമ്മൾ പോകുന്നത് മധുരയിലേക്കാണ്. മധുരയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ കള്ളഴകർ ടെമ്പിളുണ്ട്. ഇത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. നമ്മളിന്ന് മെയിനായിട്ട് പഴമുതിർ ചോലയിലും അതുപോലെ തന്നെ കള്ളഴകർ ക്ഷേത്രത്തിലാണ് പോകുന്നത്. കള്ളഴകർ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇവിടെ പഴമുതിർ ചോലയിലെ ഞാവൽ മരം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കഥയുണ്ട്, നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയത്തില്ല. ഇത് മുരുകൻ്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു മരം കണ്ടോ, ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഇതിലിട്ട് ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്നില്ല, ഇതൊരു ഞാവൽ മരമാണ്. അപ്പോൾ ഇതിൽ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പേ പണ്ട് ഒരു മുത്തശ്ശി നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര മുരുകഭക്തയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം മുത്തശ്ശി ഇങ്ങനെ മുരുകനെ കാണാനായിട്ട് ഈ സ്ഥലത്ത് വരികയുണ്ടായി. വന്നപ്പോഴത്തേക്കും ഈ മരച്ചോട്ടിൽ വന്നപ്പോഴത്തേക്കും ക്ഷീണം കൊണ്ട് അങ്ങോട്ട് ഇരുന്നപ്പോൾ ഒരു ബാലകൻ, അതായത് ഒരു ആട്ടിടയൻ്റെ രൂപത്തിലുള്ളൊരു ബാലകൻ വന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് വിശക്കുന്നുണ്ടോ, എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിക്ക് ചുട്ട പഴം വേണോ ചുടാത്ത പഴം വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, ചുട്ട പഴമോ, അതെന്താണ്, അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും മുത്തശ്ശി ബാലകനോട് പറഞ്ഞത് ചുട്ട പഴം വേണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ബാലകൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാവൽ മരത്തിൻ്റെ മേലെ കയറി നിന്നിട്ട് മരം ഒന്ന് കുലുക്കി കുറേ ഞാവൽ പഴങ്ങൾ താഴേക്ക് വീണു. അതിൽ ഒരെണ്ണം എടുത്തിട്ട് മുത്തശ്ശി ഒന്ന് മണ്ണ് പറ്റിയത് കൊണ്ട് അതൊന്ന് ഊതിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബാലകൻ വളരെ തമാശ രൂപേണ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോട്, മുത്തശ്ശി എന്തിനാ ഈ പഴം ഇങ്ങനെ ഊതുന്നത്, പഴത്തിന് ചൂടുണ്ടോയെന്ന് ചോദിച്ചു. അത് കേട്ട മുത്തശ്ശി ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു നിന്നു. അങ്ങനെ മുത്തശ്ശി ബാലകനോട് പറയുകയാണ്, എന്തായാലും ഒരു സാധാരണ ഒരു കുട്ടിയല്ല, സാധാരണ ഒരു ബാലകനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. അപ്പോൾ നീ ശരിക്കും ആരാണെന്ന് ചോദിക്കുമ്പോൾ മുരുകൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയും മുരുകൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുത്തശ്ശി അതിസന്തോഷവതിയായിട്ട് മുരുകന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം മുഴുവൻ ആ മരച്ചുവട്ടിൽ ഇരുന്നിട്ട് മുരുകനെ തൻ്റെ സംഗീതം കൊണ്ട് വാഴ്ത്തി പാടുകയുണ്ടായെന്നാണ്
പറയുന്നത് കേട്ടോ. അപ്പോൾ ആ മരമാണ് അവിടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ ഇതാണ് കേട്ടോ. തൊട്ട് മുകളിലോട്ടായിട്ട് തന്നെ പഴമുതിർ ചോലയിലെ ക്ഷേത്രം കൂടിയുണ്ട്. ഈ ക്ഷേത്രം ഇവിടെ മലകളുടെ ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പഴങ്ങളൊക്കെ ഉള്ള മരങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് പഴമുതിർ ചോല എന്ന് പറയുന്നത്. അതും മുരുകൻ്റെ ക്ഷേത്രം തന്നെയാണ് കേട്ടോ. ഈ പഴമുതിർ ചോലയിലെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീമുരുകൻ്റെ 6 പടവീടുകളിൽ 6ാമത്തെ പടവീടാണ് കേട്ടോ. മുരുകൻ്റെ 6 പടവീടുകൾ എന്ന് പറയുന്നത് തിരുപ്പരംകുണ്ട്രം, തിരുച്ചെന്തൂർ, പളനി, സാമിമലൈ, തിരുത്തണി, പഴമുതിർ ചോലൈ, ഇത്രയാണ് 6 പടവീടുകൾ. ഇതിൽ ആദ്യത്തെ പടവീട് എന്ന് പറയുന്നത് തിരുപ്പരംകുണ്ട്രാണ്. അവിടെ നമ്മൾ നെക്സ്റ്റ് ഡേ പോകുന്നുണ്ട്. അത് മധുരയിലാണ്. പിന്നെ അതുപോലെ തന്നെ പഴമുതിർ ചോലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതും മധുരയിലാണ് കേട്ടോ. ഈ 2 ക്ഷേത്രങ്ങളും മധുരയിലാണ്. പിന്നെന്ന് പറയുന്നത് പളനിയിൽ നമ്മൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് കള്ളഴകർ ക്ഷേത്രത്തിലേക്കാണ്. കള്ളഴകർ ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. കള്ളഴകർ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. മധുര മീനാക്ഷിയും കള്ളഴകർ ക്ഷേത്രവും ഇത് രണ്ടും ഒരുപാട് പഴക്കം ചെന്ന ക്ഷേത്രങ്ങളാണ് കേട്ടോ. ഈ കള്ളഴകർ ക്ഷേത്രം പ്രകൃതിയാൽ മലകളും അരുവികളും ചോലകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ചോലമലയുടെ അടിവാരത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ മധുര ജില്ലയിൽ അഴകർ മല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കള്ളഴകർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ചുറ്റിനും ഒരുപാട് മലകളും അതുപോലെ തന്നെ ആറുകളും പുഴകളും അരുവികളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ചോല മരങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അഴകർ എന്ന പേരുള്ള മഹാവിഷ്ണുവാണ് ഇവിടെ കുടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മല അഴകർ മല എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ മധുരയിൽ നിന്ന് 21 കിലോമീറ്റർ വടക്ക് ദൂരെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ശരിയായിട്ടുള്ള കാലപ്പഴക്കമൊന്നും ഇതുവരെയും ആർക്കും നിശ്ചയമില്ല. കുറേ വർഷങ്ങൾക്ക് മുന്നേ, അതായത് വളരെ കാലങ്ങൾക്ക് മുന്നേ ഈ മലയിൽ ജൈന മതസ്ഥർ തങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ വിവാഹ രൂപത്തിലുള്ള പ്രതിഷ്ഠ കാരണം ഭക്തരുടെ മനസ്സ് കൊള്ളയടിച്ചതിനാൽ ഈ ക്ഷേത്രം കള്ളഴകറായി എന്നും പറയപ്പെടുന്നുണ്ട്. കള്ളഴകർ അതിൻ്റെ സ്വന്തം പേരായ തിരുമാലിരിഞ്ചോലൈ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ ഒരു ഗ്രാമമായ അളകർ കോയിലിലെ വിഷ്ണു ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണിത്. അതുപോലെ തന്നെ ദ്രാവിഡ വാസ്തു വിദ്യാശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ അത്ഭുതപ്പെട്ട് നിന്ന് പോകും. വർഷങ്ങളോളം പഴക്കമുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറയുന്നത്. പിന്നെ കള്ളഴകർ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന വിഷ്ണുവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ലക്ഷ്മിയെ തിരുമകൾ എന്ന പേരിലും ആരാധിക്കപ്പെടുന്നുണ്ട്. 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. 7 നിലകളുള്ള രാജഗോപുരമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിന് ചുറ്റും ഒരു വലിയ കോട്ടയുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ജീർണിച്ച അവസ്ഥയിലാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. പിന്നെ ഈ കാണുന്നില്ലേ ഈ ഒരു മണ്ഡപം ഇല്ലേ, ഇതിനുള്ളിലാണ് ഡാൻസിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞങ്ങൾ അന്നിവിടെ വന്ന സമയത്ത് കുട്ടികളുടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് നേരം കണ്ടതിന് ശേഷം ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിൽ കൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയായിരുന്നു. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഡാൻസൊക്കെ കണ്ടതിന് ശേഷം പ്രസാദമൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരികെ വന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു മിനിയേച്ചർ മോഡൽ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുമ്പോഴത്തേക്ക് അവിടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. തൊട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തതാണ്. ദുർവാസ മുനിയിൽ നിന്നും തൻ്റെ ശാപം മോചിപ്പിക്കാൻ സുതഭവ മുനിയെ വീണ്ടെടുക്കാൻ കള്ളഴകർ പ്രത്യക്ഷപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ് മാസമായ മാസി, അതായത് ഫെബ്രുവരി, മാർച്ച്, അതുപോലെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ നവരാത്രി, മാർഗഴിയിലെ അതായത് ഡിസംബർ, ജനുവരി മാസത്തിലെ വൈകുണ്ഠ ഏകാദശി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്.
അത്രയ്ക്കും തിരക്കാണ്, ഭക്തജനങ്ങളുടെ തിരക്ക് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ. കൗണ്ടറിൽ നിന്ന് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം. ഞങ്ങളിവിടെ നിന്ന് അപ്പമാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം ഉണ്ട്, അതുപോലെ ലഡു ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പുളിയോദര അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. പുളിയോദരയാണ് ഞങ്ങൾ ആദ്യം മേടിക്കാനായിട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ അത് തീർന്നു പോയി എന്ന് പറഞ്ഞു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ക്ഷേത്രത്തിൽ കുറേ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത്, അതായത് പ്രസാദമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. പിന്നെ തൊട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു കുളമുണ്ട് കേട്ടോ, ക്ഷേത്ര കുളമാണ്. പിന്നെ നേരെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ വന്നിട്ട് നമ്മൾ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അഗോഡയിലാണ് ഈ ഒരു റൂം ബുക്ക് ചെയ്തത്. ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, മധുരയിൽ. നമുക്കിവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നമുക്ക് 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഈ റൂമും അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തത്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 3 സ്റ്റാർ ഹോട്ടലായിരുന്നു കേട്ടോ. ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഗ്രാൻഡ് ശബരി എന്നാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റായിട്ടേ എത്തുള്ളൂ എന്ന്. പിന്നെ നമുക്ക് ചെക്ക് ഇൻ സമയം കുറച്ച് ഡിലേ ആയിപ്പോയി. കാരണം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഏകദേശം 1 മണിയോളമായി. പിന്നെ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ താമസിച്ചിരുന്നത് വീട്ടിലായിരുന്നല്ലോ. ഇത് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ റൂമാണ് കേട്ടോ. ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ എല്ലാം ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന് ഫ്രഷപ്പ് ആയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും 1 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ക്ഷേത്രത്തിൽ കയറിയിട്ടേ ഇനി തിരിച്ച് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ചിട്ട് പോകാമെന്ന് കരുതി. പോകുന്ന വഴിക്ക് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് കരുതി കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ട്. ഞങ്ങളിനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കുളിച്ചിട്ട് പിന്നെ പോകുമ്പോഴത്തേക്കും കുറേ ലേറ്റാവും. അതുകൊണ്ട് എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. നമ്മൾ താമസിച്ചിരിക്കുന്ന ഈ ഒരു ഹോട്ടലെന്ന് പറയുന്നത് ചെന്നൈ സിൽക്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റാണിത്. അന്നമീനാക്ഷി റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത്. നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇവിടുത്തെ ഭക്ഷണം. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ശബരീഷ് ഹോട്ടലാണ്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നമുക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അന്നമീനാക്ഷി റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് വെജ് മീൽസാണ് കഴിച്ചത്. നമ്മൾ ക്ഷേത്രത്തിൽ കയറുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഈ തമിഴ്നാട്ടിലെ ഭക്ഷണ രീതി നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല, കറികളൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓരോ ഹോട്ടലിലും ഓരോ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എല്ലായിടത്തും ഒരേ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. 3:30-ക്കാണ് ക്ഷേത്രനട തുറക്കുന്നത്. അതിന് മുന്നേ തന്നെ നമ്മൾ വന്നിട്ട് ക്യൂ നിൽക്കണം. ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമും കൂടി ആയ കാരണം കൊണ്ട് എല്ലാവരും പറഞ്ഞത് വെക്കേഷൻ അല്ലെങ്കിൽ കൂടി ഇവിടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ എപ്പോഴും ഭയങ്കര തിരക്കാണെന്നാണ് കേട്ടോ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വരണം എന്നുള്ളത്. ഞാൻ കണ്ടിട്ട് കൂടിയില്ല, കേട്ടിട്ടുണ്ട് ഒരുപാട്. പക്ഷേ ക്ഷേത്രത്തിൽ ഇങ്ങനെ വരാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് നമ്മളിവിടേക്ക് എത്തുമെന്നോ ഒന്നും ഒരു പിടിയും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ക്യൂ നിൽക്കേണ്ടതും. അതുപോലെ തന്നെ അവിടെ ചെരുപ്പും ബാഗും ഫോണും ഒക്കെ അവിടെ മേടിച്ച് വെച്ചേക്കും. ഞങ്ങൾ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫോണും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാഗും ഫോണും ഒക്കെ ഇവിടെ കൗണ്ടറിൽ കൊടുത്തിട്ട് അകത്ത് കയറുമ്പോഴത്തേക്കും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നുകിലും നമ്മൾ റൂമിൽ ഫോൺ വെച്ചിട്ട് വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ലോക്കറിൽ കൊടുക്കണം. അതുപോലെ തന്നെ ചെരുപ്പ് വയ്ക്കാനായിട്ട് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഒരു സാരി ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അവിടെയാണ് കൊടുത്തത്. അപ്പോൾ അവർ നമ്മളിൽ നിന്ന് പൈസയൊന്നും മേടിച്ചില്ല. അപ്പോൾ എന്തായാലും അവിടെ ചെരുപ്പ് സൂക്ഷിച്ചിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു സാരിയും കൂടി എടുത്തായിരുന്നു. നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള സാരിയാണ്. 400 റുപ്പീസാണുള്ളത്. എനിക്ക് ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഞാനങ്ങനെ സാരി എടുക്കാത്ത കാരണം കൊണ്ട് ഞാൻ മേടിച്ചില്ല സാരി. അമ്മയ്ക്ക് മാത്രം ഒരു സാരി എടുത്തു. പിന്നെ നമ്മൾ നേരെ വന്നിട്ട് ഇവിടേക്ക് ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് ഒന്ന് വന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്.
നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ ഒരാളെ കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്ത്, ഒരു പയ്യൻ്റെ കൊടുത്തിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. വൈകുന്നേരം ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ 3:30ക്ക് കയറാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അകത്ത് കയറിയപ്പോഴത്തേക്കും തന്നെ 4:30 പിന്നെ അതിന് ചുറ്റും കയറി കണ്ട് തൊഴുതൊക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി കേട്ടോ. നിങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വരണേ. അവിടുത്തെ ഒരു അനുഭൂതി എന്ന് പറയുന്നത് എൻ്റെ അമ്മയെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ശരിക്കും നമ്മൾ ഈ കണ്ണുകൾക്ക് വിസ്മയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മധുര മീനാക്ഷി ക്ഷേത്രം എന്തുകൊണ്ടാണ് ഇത്രയും ഫേമസ് ആയതെന്നും എന്തുകൊണ്ടാണ് ജനങ്ങൾ ആരാധിക്കുന്നതെന്നും ഒക്കെ എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ വന്നിട്ട് റൂമിലേക്ക് വന്നിട്ടില്ല കേട്ടോ. നമ്മൾ നേരെ ഈവനിങ് നമുക്കൊന്ന് പുറത്ത് വന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തതാണ് സിനി സുവൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തീം റെസ്റ്റോറൻ്റ് ആണ്. കൂടുതലായിട്ടും ഈ സിനിമയിലെ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു റീസെൻ്റായിട്ട് വന്നിട്ടുള്ളതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കാറിൻ്റെ ഷേപ്പിലും ഒക്കെ ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ ഇയറും ആണല്ലോ, നാളെ ഇനിയിപ്പോൾ ന്യൂ ഇയർ ആണ്. അതുകൊണ്ട് അവരിവിടെ ന്യൂ ഇയറിൻ്റെതും ക്രിസ്മസിൻ്റെതും ഒക്കെ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ടേക്ക് എത്തിയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ 7 മണിക്കാണ് എത്തിയത്. 7:30 ആകുമ്പോഴത്തേക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതുവരെ ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതേ കണ്ടില്ലേ, ഇവിടെ ഇതിനകത്തിരിക്കും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ട്രെയിൻ കാണുന്നുണ്ടോ, അവിടെയാണ് ട്രെയിനിൻ്റെ തീമിലുള്ള റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ബാലൻസ് തന്നെയാണ്. നമുക്ക് ട്രെയിനിലിരിക്കുന്ന പോലെ അതിനകത്ത് കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാം. എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രത്തിൽ ഇതുപോലെ എയ്റോപ്ലെയിൻ്റെ തീമിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നൊരു റെസ്റ്റോറൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ടില്ല ഇതുവരേക്ക്, ഇപ്പോഴുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ കുറച്ചും കൂടി കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നതും അവർക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഫുൾ അറേഞ്ച്മെൻറ്റ്സും ചെയ്തേക്കുന്നത്. ഭക്ഷണം പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മധുരൈ സ്പെഷ്യൽ റെസിപ്പീസാണ് ഇവിടെ കൂടുതലും. ഈ കണ്ണാടിക്കുള്ളിൽ കാണുന്നതൊക്കെ ഐസ്ക്രീമിൻ്റെ കുറേ ഫ്ലേവേഴ്സാണ്. അതുപോലെ തന്നെ പുഡിങ്, പിന്നെ ജെല്ലീസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ മധുരത്തിലുള്ള ഐറ്റംസാണ്. ഞങ്ങൾ 3 പേരും അധികം മധുരം കഴിക്കാത്തത് കൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ മാത്രമല്ല നല്ല കോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, തണുപ്പല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ മോഡലിലുള്ള ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കയറാനാണ് മെയിനായിട്ട് വന്നത്. ആമിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള പരിസരങ്ങളിൽ തന്നെയാണ്. അവിടുന്ന് ഒരു 15 മിനിറ്റ് ദൂരമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ടൈം ആയിട്ടില്ലല്ലോ, 7:30ക്കാണ് ഭക്ഷണം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് സമയമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതുവരേക്കും ഇവിടെ ഇരുന്നൊന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ കാറിനകത്തിരുന്ന് കഴിക്കാനായിട്ട് വേറൊരു ആംബിയൻസ് ആണ്. പക്ഷെ നമ്മൾ കയറിയത് ട്രെയിനിനുള്ളിലാണ്. പിന്നെ അവരുടെ മെനു കാർഡ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മധുര സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാമെന്നാണ് ഞങ്ങൾ കരുതിയത്. കാരണം നമുക്കിനിയിപ്പോൾ ചെന്നൈയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന അതേ ടേസ്റ്റിന് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാമെന്ന് കരുതി അങ്ങനെ മെനു കാർഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ട്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഒരു ഫാമിലി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ട്രീറ്റോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ ഉള്ളൊരു സെറ്റപ്പിനൊക്കെ ഇവിടെ വരുന്നത് നല്ലതായിരിക്കും. കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രസമായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ 3 പേര് മാത്രം ആയതുകൊണ്ട് അത്ര ഒരു രസം തോന്നിയില്ല. പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലാണ് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഭക്ഷണം നല്ലതായിരുന്നു. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ ട്രെയിനിലെ സീനുകൾ വരുന്ന ഡയലോഗ്സുകളില്ലേ, അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നുണ്ട്.
മറ്റേ അന്യൻ സിനിമയിൽ അതുപോലെ എന്തിരൻ സിനിമയിലൊക്കെ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഭക്ഷണം കിട്ടുന്നതിൻ്റെ ഒരു ഇത് ലേറ്റായി എന്നുള്ളൊരു ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഒരു 7:30-ക്ക് ശേഷമാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. സൺഡേയ്സിലും അതുപോലെ ഹോളിഡേയ്സിലും ഒക്കെ ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞത്. സീറ്റ് കിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ തന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ 2 ആൾക്കാർ വന്നിട്ട് ആമയ്ക്കൊരു ബലൂണൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയ രീതിയിലാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. മട്ടൻ കറി ദോശ എന്ന് പറയും. അത് ഇവിടുത്തെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളതും ഫേമസ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ചെന്നൈയിൽ നിന്ന് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇവിടെ വന്ന് കഴിച്ചപ്പോഴാണ് ശരിക്കുള്ളതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. കാരണം നമുക്ക് ചെന്നൈയിൽ കിട്ടുന്ന മട്ടനൊന്നും ടേസ്റ്റ് കാണത്തില്ല. നമ്മൾ നാട്ടിലത്തെ മട്ടൻ പോലെയൊന്നും അല്ല കേട്ടോ, അത് വേറെ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് അറിഞ്ഞത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു സാലനയും തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചട്നിയും തന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിലിരിക്കുന്നില്ലേ, ആ ഒരു ബോൾസ് പോലെ ഇരിക്കുന്നത്, മട്ടൻ കോള ഉരുണ്ടയെന്ന് പറയും. അതും ഇവിടുത്തെ ഫേമസാണ്. ചെന്നൈയിൽ നിന്ന് ഞാനത് കഴിച്ചിട്ടുണ്ടൊരിക്കൽ, പക്ഷേ അത് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് കഴിച്ചപ്പോഴത്തേക്കാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലായത്. അപ്പോൾ ഈ സാലന എന്ന് പറയുന്ന ഈ ഒരു കറി ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ദോശ കഴിക്കേണ്ടത്. പിന്നെ ഇതാണ് കോള ഉരുണ്ട, 2 എണ്ണമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മട്ടൺ ഇങ്ങനെ അരച്ച് പേസ്റ്റാക്കിയിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ്. ഇത് ഒരു ചൈനീസ് ഡിഷായിരുന്നു. ഇത് ലാമ്പാണ്. ലാമ്പിൻ്റെ കൊറിയാണ്ടർ മസാല അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഇത്, ഞാൻ പേര് മറന്നുപോയി. ഇതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഇവിടുത്തെ ഐറ്റംസ് തന്നെയാണ് നല്ലത്. ചൈനീസ് ഫുഡാണ്, പക്ഷേ ഇതിനകത്ത് കുറേ ചൈനീസ് കൊറിയാണ്ടർ ലാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ കുറേ ക്യാബേജും സവോള ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ മിക്സ് ചെയ്ത് അവിടുത്തെ ടേസ്റ്റ് വേറെ ആയിരിക്കുമല്ലോ ചൈനീസിൻ്റെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് December 31 എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ 2024 ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ മധുരയിലാണുള്ളത്. ഇനി നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് രാവിലെ, അതായത് നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ഇവിടുന്ന് പളനിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഇവിടെ ആയിരുന്നു. വരുന്ന വഴിയിൽ നമുക്ക് എന്തായാലും ഡിന്നറും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഇവിടുത്തെ മധുരയിൽ ഫേമസ് ആയിട്ടുള്ള ബൺ പൊറോട്ട എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. സാധാരണ പൊറോട്ട പോലെയല്ല, ബണ്ണിൻ്റെ ഷേപ്പിലാണ് ഈ പൊറോട്ട ഇരിക്കുന്നത്. ഞാൻ കഴിക്കത്തില്ല, ഞാനും ആമയും പൊറോട്ട കഴിക്കത്തില്ല. ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് വാങ്ങിക്കാനായിട്ട് വന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇടിയപ്പമാണ് കഴിച്ചത്. ഇതും ഇവിടുത്തെ മധുരയിലെ ഫേമസ് ആണ് കേട്ടോ. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെന്നൈയിൽ കിട്ടുന്നുണ്ടെങ്കിലും പക്ഷേ ഇതേ ടേസ്റ്റ് നമുക്ക് ഇവിടെ വന്നാലാണ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, അത് ചില ഭക്ഷണങ്ങൾ അങ്ങനെയല്ലേ, നമ്മൾ അതാത് നാട്ടിൽ പോയി കഴിക്കുമ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ബൺ പൊറോട്ട എന്ന് പറയുന്നത്. ഇതിലും നമുക്ക് ഒരു മട്ടൻ്റെ ഒരു ഗ്രേവി തരും. അതുപോലെ തന്നെ നമ്മൾ അഡീഷണലായിട്ട് മട്ടൻ്റെ ബ്രെയിൻ ഗ്രേവിയും അതുപോലെ തന്നെ അതിൻ്റെ കുടലുണ്ടല്ലോ, മട്ടൻ്റെ കുടൽ, ഈറലെന്ന് പറയും, അതിൻ്റെ ഗ്രേവിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡിനോട് പറഞ്ഞത് ഇത് അത്ര നല്ല ടേസ്റ്റ് അല്ലായിരുന്നു എന്നാണ് കേട്ടോ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ടേസ്റ്റ് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. കറികൾക്ക് ബൺ പൊറോട്ട നല്ലതായിരുന്നു. പിന്നെ നമുക്ക് മറ്റിടത്ത് നമ്മൾ കുറച്ച് കഴിച്ചിട്ട് വന്നതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ വന്നതാണ്. പിന്നെ ഇത് കലായ്ക്കി എന്ന് പറയും. ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെ ചെന്നൈയിലും ഫേമസ് ആണിത്. മുട്ടയില്ലേ, മുട്ട വെച്ച് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. മുട്ട ഒരുപാട് വേവിക്കാതെ ഇങ്ങനെ കലായ്ക്കി എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും വ്ളോഗിൽ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയാൽ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. പിന്നെ ജിഗർദണ്ട നിങ്ങൾക്ക് കേട്ടിട്ട് ഉണ്ടായിരിക്കും, കേൾക്കാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലേ. അപ്പോൾ ജിഗർദണ്ട കഴിക്കാനാണ് മെയിനായിട്ട് നമ്മൾ മധുരയിലേക്ക് വന്നത് തന്നെ. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജിഗർദണ്ടയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങി കഴിച്ചു. പക്ഷേ ഇതും അത്ര ടേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്ത് അത്ര പോരാന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും ആമയ്ക്കും ഇത് കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും കോൾഡ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല. നല്ല തണുപ്പാണ്, ഇത് പാലിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല, ഹസ്ബൻഡ് മാത്രം കഴിച്ചു.
പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് വന്നു. കുറച്ച് നേരം ഒന്ന് റിഫ്രഷായി. പിന്നെ നമുക്കിനിയിപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ റൂമിൽ വന്നിട്ട് പോയായിരുന്നു. പക്ഷേ വന്നപ്പോഴത്തേക്കും ഒരൊറ്റ കടകളില്ലായിരുന്നു. ആമിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇത്ര 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ. കാരണം ഇന്നിപ്പോൾ ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ പുറത്ത് വന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഇവിടെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാനാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ 1-2 സ്ഥലത്തൊക്കെ കുറച്ച് പൊട്ടാസും പടക്കവും ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ കുറച്ച് ദൂരം ഒന്ന് നടന്നു. ഒരുപാട് ദൂരമൊന്നും പോയിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ 1-2 സ്ട്രീറ്റ് താണ്ടി പോയിട്ട് അതുപോലെ തന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെ നമുക്ക് പളനിക്ക് പോവേണ്ടതാണ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരുപാട് ദൂരം നടക്കണ്ടാന്ന്. അപ്പോൾ രാത്രി 12 മണി ആയപ്പോഴത്തേക്കും ആരോ വന്നിട്ട് ഇവിടെ ഗണപതി ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1-2 സ്ഥലത്തൊക്കെ പൊട്ടാസൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നൈറ്റ് ഈ ചാട്ട് കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ചെന്നൈയിലെ പോലത്തെ അത്ര തിരക്കൊന്നും തോന്നിയില്ല. ന്യൂ ഇയർ ആയ കാരണം കൊണ്ട് കടകളൊക്കെ പെട്ടെന്ന് അടച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാമെന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷേ കടകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയർ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത വ്ളോഗിൽ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.